6 വർഷം മുമ്പ് ടാങ്കർ അപകടത്തിൽ 22 പേർ കൊല്ലപ്പെട്ട ചാല ജംഗ്ഷനിൽ വീണ്ടും ടാങ്കർ ലോറി മറിഞ്ഞു. ഗ്യാസ് ചോർച്ചയുണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികളെ ഒഴിപ്പിച്ചു. ചാല ബൈപ്പാസ് റോഡിലാണ് തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ടാങ്കർ ലോറി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മറിഞ്ഞത്. അപകടത്തിൽ മറിഞ്ഞ ടാങ്കർ ലോറിയിൽ നിന്നും വാതക ചോർച്ചയുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ ചാലയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുന്ന് ഇറങ്ങി വരുന്നതിനിടെ ലോറിയുടെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കണ്ണൂരിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് വെള്ളം ചീറ്റി ഗ്യാസ് അണയ്ക്കാനുള്ള ശ്രമം നടത്തി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി.ഒ. മോഹനൻ സ്ഥലത്തെത്തി. വളരെ ഭീതിതമായ ഒരവസ്ഥ. ഇപ്പം റാഷ് ഡ്രൈവിംഗ് കൊണ്ട് ഉണ്ടായത് തന്നെയാണ്. ടേണിങ്ങിനകത്ത് ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല. കാരണം ഗ്യാസ് ടാങ്കർ ആകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ നീളം, വാഹനത്തിന്റെ നീളം ടേൺ ചെയ്യുന്നതിനൊക്കെ വേണ്ടുന്ന അപ്പോൾ ഒന്നുമില്ല. ഒരു ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം റാഷ് ഡ്രൈവിംഗ് കൊണ്ട് അപകടമുണ്ടായി. അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വിവരം കിട്ടിയ സമയത്ത് എത്താൻ വേണ്ടി പറ്റി. അപ്പം അവിടെ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ഗ്യാസ് ലീക്ക് കൃത്യമായിട്ടുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ വേറെ നിലവിലൊരു മാർഗവുമില്ല. ആ നിലയിലാണ് ഫയർ സർവീസിന്റെ വാഹനം കൊണ്ടുവന്ന് ആവശ്യത്തിന് വെള്ളം ചീറ്റി അത് നിർവീര്യമാക്കുന്ന രൂപത്തിലുള്ള നടപടി മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ ടെക്നീഷ്യൻസ് വരാൻ മംഗലാപുരത്ത് വരണമെന്നാണ് അറിയിച്ചത്. അവർ പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുന്നു. അപ്പൊ അതുവരെ ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഫയർ സർവീസിന് ഫയർ എഞ്ചിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ആ നിലയിൽ അവര് അതുവരെയുള്ള നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഇപ്പൊ നിർവാഹമില്ല. അപ്പൊ ആളുകളോടൊക്കെ മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും മൊബൈൽ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അപകടത്തിന്റെ ഒരു തീവ്രത എന്ന് പറഞ്ഞത് പെട്ടെന്ന് ആരോ മൊബൈൽ ഓൺ ചെയ്ത് കോൾ വന്നപ്പോഴുണ്ടായിരുന്ന പ്രശ്നമാണ്. അപ്പൊ എല്ലാവരോടും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് KSEB വിളിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ വീടുകളിലും വിവരം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ പഴയ ദുരന്തം 22 പേരുടെ മനുഷ്യജീവൻ അപഹരിച്ച ഒരു ദുരന്തമാണ്. അപ്പൊ ആ ദുരന്തം ഉണ്ടായത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തെ എല്ലാ ആളുകൾക്കും അറിയാം ജീവനാണ് അപഹരിച്ചതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയതാണ്. അപ്പൊ ആ ഒരു അതിന് തീവ്രത അത്രമാത്രം ഉണ്ടാകുമെന്ന് ഈ പ്രദേശത്ത് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ആ ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ വീടുകളിൽ ഭീതിയോടെ കഴിയുകയാണ്. എല്ലാവരോടും പരമാവധി മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ഈ അപകടം ഈ ടേണിങ്ങിലാണ്. അതിനകത്ത് റാഷ് ഡ്രൈവിംഗ് തന്നെയാണ് ഈ അപകടത്തിന് കാരണം. അതിന്റെ ഡ്രൈവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കൂടുതൽ ആളുകളൊന്നും ഉണ്ടായിട്ടില്ല. ഡ്രൈവർ കൂടുതൽ ഉണ്ടാകണം, നിയന്ത്രിക്കണം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇതൊക്കെ അപകടം ഉണ്ടാകുന്ന സമയത്ത് പറയുകയും ആ ഒരാഴ്ച നടപടി ഉണ്ടാവുകയും ചെയ്യുന്നതല്ലാതെ പിന്നീട് ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇല്ല. ഇന്നിപ്പോഴും ലോക്ക്ഡൌണിന് സമാനമായ രൂപത്തിൽ കാര്യങ്ങളായതുകൊണ്ട് റോഡിലൊക്കെ തന്നെ വാഹനത്തിന്റെ അംഗസംഖ്യ കുറവാണ്. ആ നിലയിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ലീക്ക് ഉണ്ട് തന്നെയാണോ? ലീക്ക് ഉണ്ട്. അത് ഞാൻ അപകടം ഉണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എനിക്ക് വിവരം കിട്ടിയിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ എത്തി. ആ സമയത്ത് അടുത്ത് പോയപ്പോൾ കൃത്യമായി നമുക്ക് സ്മെല് ചെയ്യുന്നുണ്ട്. ഗ്യാസ് സ്മെല് ചെയ്യുന്നു. മംഗലാപുരത്ത് മാത്രമേ